ചൂർണിക്കര പഞ്ചായത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. 3-ാം വാർഡിലെ റോസ് ഗാർഡൻ പ്രദേശത്ത് 2 ആഴ്ചത്തോളമായി കുടിവെള്ളം ലഭ്യമായിട്ട്. ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും പല ഭാഗങ്ങളിലും കുടിവെള്ളം എത്തുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ഇതിനെതിരെ ജനങ്ങൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചു. ഒരാഴ്ച കൊണ്ട് ഇതുവരെ അങ്ങനെ ഈ ഒരാഴ്ച കൊണ്ടാണ് ഇതുവരെ ഒരു മര്യാദക്കൊന്നും മുട്ടം, പട്ടേരിപ്പുറം, തായിക്കാട്ടുകര ഭാഗങ്ങളിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് നേരിടുന്നത്. രോക്ഷാകുലരായ റോസ് ഗാർഡനിലെ ജനങ്ങളാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ ഉപരോധിച്ചത്. ടാങ്കർ ലോറികളിൽ കുടിവെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും പല ഭാഗങ്ങളിലും കുടിവെള്ളം എത്താതായതോടെയാണ് ജനങ്ങൾ പ്രതിഷേധത്തിന് മുന്നിട്ടിറങ്ങിയത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു പുത്തനങ്ങാടി, സ്ഥിരം സമിതി ചെയർമാൻമാരായ ഷീല ജോസ്, മുഹമ്മദ് ഷെഫീഖ്, പഞ്ചായത്ത് അംഗം PS യൂസഫ്, മേരി ബെന്നി, ജെൻസി സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ആലുവ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.